ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചന ശ്രോതാക്കളായ എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള തിരുനാമത്തിൽ പ്രഭാതവന്ദനം. നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പ്രോത്സാഹനവും വീണ്ടും ഈ പ്രഭാതത്തിൽ ഒരു ദൈവവചന ചിന്ത കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ എന്നെ ഉത്സാഹിപ്പിക്കുകയാണ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ വായിക്കുന്നത്: ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യും. അതെ, ഈ കാലഘട്ടത്തിൽ ദൈവമക്കളാകുന്ന നാം ഉണർന്നേ മതിയാവും. കാരണം പിശാച് അവനിനി അധിക സമയമില്ല എന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ പ്രവർത്തനങ്ങളിൽ അവൻ വളരെ ജാഗരൂകനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവമക്കളാകുന്ന നാം ഉണർന്നേ മതിയാകും. വിശ്വാസത്തിൽ നിലനിൽപ്പിൻ. അതെ, നമ്മൾ കണ്ടെത്തിയ വിശ്വാസത്തിൽ നിന്ന് അണുവിട മാറാതെ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയണം. നമ്മെ വിശ്വാസത്തിൽ നിന്ന് വേരോടെ പിഴുതു കളയുവാനുള്ള പല പദ്ധതികളും പിശാച് ഒരുക്കിയെന്ന് വരാം. അത് പല വിധത്തിലും, പല വേഷത്തിലും, പല ഭാവത്തിലും, പല രൂപത്തിലും നമ്മുടെ മുൻപിലേക്ക് കടന്നു വന്നെന്ന് വരാം. എന്നാൽ വാത്സല്യ ദൈവകുഞ്ഞെ, നീ കണ്ടെത്തിയ വിശ്വാസത്തിൽ നിന്ന് അണുവിട പിന്നോട്ട് മാറാതെ ദൈവരാജ്യത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുവാൻ നീ തയ്യാറാകണം. പുരുഷത്വം കാണിപ്പി എന്നവിടെ പറഞ്ഞിരിക്കുന്നത് ഏതിനെയും ചങ്കൂറ്റത്തോടെ നേരിടുവാനുള്ള ധൈര്യം. ജീവിത പ്രാരാബ്ധങ്ങളുടെ മധ്യത്തിൽ തളർന്നു പോകുവാൻ, നമ്മൾ ക്ഷീണിച്ചു പോകുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. അവിടെയെല്ലാം ധൈര്യത്തോടെ അതിനെ നേരിടുവാനുള്ള ദൈവകൃപ നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ശക്തിപ്പെടുവിൻ. അതെ, പരിശുദ്ധാത്മാവിൽ നാം ശക്തിപ്പെടണം. നാം പ്രാപിച്ച ദൈവശക്തിക്കൊത്തവണ്ണം ശത്രുവിനോട് പോരാടുവാനുള്ള ദൈവകൃപ നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുവാൻ നമുക്ക് കഴിയണം. അവസാനമായി പറയുന്നു, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്തു. അവരെന്നെ സ്നേഹിക്കുന്നില്ല, അവരെന്നോട് മിണ്ടുന്നില്ല, അവരെന്നോട് സഹകരിക്കുന്നില്ല, എന്നെ മാത്രം അവർ സ്നേഹിക്കുന്നില്ല എന്ന പരാതിയാണോ നിൻ്റെ ജീവിതത്തിൽ ഉള്ളത്? എന്നാൽ സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുവാൻ നമ്മൾ തയ്യാറാകണം. നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് സ്നേഹിച്ചിട്ടുണ്ടോ? നിങ്ങളോട് സംസാരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവരോട് സംസാരിച്ചിട്ടുണ്ടോ? ഒരു ദൈവപൈതൽ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ സ്നേഹം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് സ്നേഹിക്കും മറ്റുള്ളവരെ. മക്കളെ ആത്മാർത്ഥമായി ഒന്ന് സ്നേഹിക്കുക, മരുമക്കളെ ഒന്ന് സ്നേഹിക്കുക, നമ്മുടെ അയൽവാസികളെ ഒന്ന് സ്നേഹിക്കുക, നമ്മുടെ കൂട്ടുവിശ്വാസികളെ ഒന്ന് സ്നേഹിക്കുക. നിശ്ചയമായും അവർ നിങ്ങളെ തിരിച്ചു സ്നേഹിക്കുവാനിടയായിത്തീരും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യും. സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല, സ്നേഹം മറ്റൊന്നും. സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കുവാനും സഹിക്കുവാനും കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അകത്ത് സ്നേഹമില്ലാതെ വരുമ്പോഴാണ് പലതിനും നമ്മൾ പൊട്ടിത്തെറിക്കുന്നത്. അതുകൊണ്ട് നീ പൊട്ടിത്തെറിക്കാതിരിക്കണമെങ്കിൽ നിന്റെ ഉള്ളിൽ ഒരു സ്നേഹമുണ്ടാകണം. തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം കുറ്റം പറയുന്ന മനോഭാവമാണോ നിനക്കുള്ളത്? ആണെങ്കിൽ അത് മാറ്റിയേ മതിയാവൂ. കാരണം വചനം പറയുന്നു, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ള ഒരാൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയും. സ്നേഹമുള്ള ഒരാൾക്ക് ചില ദോഷങ്ങൾ കണ്ടാൽ അതിനെ സഹിക്കുവാൻ കഴിയും. സ്നേഹമുള്ള ഒരാൾക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയും. ഞാൻ അമ്മായിയമ്മമാരോട് പറയുന്നു, നിങ്ങളുടെ മകളെ പോലെ നിങ്ങളുടെ മരുമോളെ ഒന്ന് സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഞാൻ മരുമക്കളോട് പറയുന്നു, നിങ്ങളുടെ അമ്മയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മാവിയമ്മയെ ഒന്ന് സ്നേഹിക്കാൻ കഴിയുമോ? എന്നാൽ നിങ്ങളുടെ ഇടയിലുള്ള പ്രയാസങ്ങളെല്ലാം മാറും.
നിങ്ങളുടെ ഇടയിലുള്ള അകൽച്ചകളെല്ലാം മാറും. നിങ്ങളുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറും. കാരണം നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിനെന്നാണ് വചനം പറയുന്നത്. ആയതിനാൽ അന്യോന്യം സ്നേഹിക്കുവാൻ, അന്യോന്യം കരുതുവാൻ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്യോന്യം ക്ഷമിക്കുവാൻ ഒക്കെ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം സ്വർഗതുല്യമായി മാറുവാനിടയായിത്തീരും. ആയതിനാൽ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. എന്നാൽ അത് നമ്മുടെ കുടുംബത്തിന് ഒരു അനുഗ്രഹമായി തീരുവാനിടയായിത്തീരും. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുവാനിടയായിത്തീരും. നാം സ്നേഹത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോയാൽ ഒരു ശക്തിക്ക് നമ്മളെ വഴിയിൽ തടയുവാൻ കഴിയുകയില്ല. കാരണം ഇത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന തത്വമാണ്. ആയതിനാൽ ഈ പ്രഭാതത്തിൽ അന്യോന്യം സ്നേഹിക്കുവാൻ, കരുതുവാൻ, ക്ഷമിക്കുവാൻ, സഹിക്കുവാൻ ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അവിടുന്ന് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായും സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ.